ഭാരതം യുദ്ധത്തിന് സജ്ജം. മോബ് ഡ്രിൽ തുടങ്ങി. ഫൈറ്റർ ജെറ്റുകൾ അതിർത്തിയിലേക്ക്. കടലിലും വൻ സന്നാഹമൊരുക്കുകയാണ് ഭാരതം. 5000-ഓളം അലാം മെഷീനുകൾ അതിർത്തി സംസ്ഥാനങ്ങളിൽ സ്ഥാപിച്ചു. മിസൈൽ മുന്നറിയിപ്പ് നൽകും. ഇന്ത്യ യുദ്ധത്തിന് സർവ്വസജ്ജമെന്ന് വിവരങ്ങൾ. നാളെ രാജ്യത്ത് മോക്ക് ഡ്രിൽ നടക്കുകയാണ്. പവർഫുൾ അലാം മെഷീനുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ദില്ലി മുഴുവൻ മിസൈൽ പ്രതിരോധ സംവിധാനം പരീക്ഷിച്ചു കഴിഞ്ഞു. രാജ്യ തലസ്ഥാനം ഭദ്രമാക്കി ഭാരതം. സൈനികരുടെ അവധികൾ റദ്ദാക്കിയിരിക്കുന്നു. വ്യോമാക്രമണ സൈറനുകൾ സ്ഥാപിക്കാനും നിർദ്ദേശമുണ്ട്. 1971 ശേഷം യുദ്ധ മോക്ക് ഡ്രില്ലുകൾ നടത്താൻ തീരുമാനിക്കുന്നത് ഇത് ആദ്യം. പാകിസ്ഥാനുമായി ഉടൻ തന്നെ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകും എന്ന സൂചനകൾക്കിടയിലാണ് നാളെ ഇന്ത്യ ഒരു മോക്ക് ഡ്രില്ലിന് തയ്യാറെടുക്കുന്നത്. ഭീഷണികൾക്ക് സാധ്യത ഉള്ളവ ഉൾപ്പെടെ 244 സിവിൽ ഡിഫൻസ് ജില്ലകളിൽ മോക്ക് ഡ്രില്ലുകൾ നടത്താനാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം. 1971 മോക്ക് ഡ്രില്ലുകൾ കണ്ടവർക്ക് ഇതൊരു ഓർമ്മ പുതുക്കൽ മാത്രമായിരിക്കും. 1971 മോക്ക് ഡ്രില്ലുകൾ ഇന്നും പലരുടെയും ഓർമ്മയിലുണ്ട്. ശത്രു ആക്രമണത്തിൽ ജാഗ്രത പുലർത്തുന്നതിന്റെ ഭാഗമായാണ് മെയ് 7 സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രില്ലുകൾ നടത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിവിധ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒരു യുദ്ധ സാഹചര്യമുണ്ടെങ്കിൽ സിവിൽ ഡിഫൻസ് സിസ്റ്റത്തിന് കീഴിൽ നിങ്ങൾ പാലിക്കേണ്ട പ്രോട്ടോകോളുകൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമാക്കുന്നതിനാണ് ഈ മോക്ക് ഡ്രിൽ. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാർക്ക് അവശ്യ സിവിൽ ഡിഫൻസ് സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നൽകണമെന്നും ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. വ്യോമാക്രമണ സൈറണുകൾ പരീക്ഷിക്കുക, സാധാരണക്കാർക്കും വിദ്യാർത്ഥികൾക്കും പരിശീലനം നൽകുക, ബ്ലാക്ക് ഔട്ട് നടപടികൾ നടപ്പിലാക്കുക തുടങ്ങിയവയാണ് മോക്ക് ഡ്രില്ലിൽ ഉണ്ടായിരിക്കുക. അടിയന്തര സാഹചര്യങ്ങളിൽ സ്വയം പരിരക്ഷിക്കാനുള്ള അറിവ് പൊതുജനങ്ങൾക്ക് നൽകുന്നതിനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഈ നിർദ്ദേശം. വ്യോമാക്രമണ സമയത്ത് ദൃശ്യപരത കുറയ്ക്കുന്നതിന് വൈദ്യുതി തടസ്സം സൃഷ്ടിക്കുന്ന ക്രാഷ് ബ്ലാക്ക് ഔട്ട് നടപടികൾ നടപ്പിലാക്കുന്നതും ഈ അഭ്യാസത്തിൽ ഉൾപ്പെടും. രാജ്യവ്യാപകമായുള്ള അഭ്യാസത്തിന്റെ ഫലപ്രാപ്തി ഉറപ്പാക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ ഏകോപിത പങ്കാളിത്തം ഉണ്ടാവണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഏപ്രിൽ 22 പഹൽഗാമിൽ 25 വിനോദസഞ്ചാരികളും ഒരു തദ്ദേശ കശ്മീരിയും കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഈ നിർദ്ദേശം. രാജ്യവ്യാപകമായി ഇത്തരമൊരു മോക്ക് ഡ്രില്ലിന് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നത് അരനൂറ്റാണ്ടിലേറെ കാലത്തിനു ശേഷമാണ്. 1971 അവസാനമായി ദേശവ്യാപകമായി മോക്ക് ഡ്രിൽ നടന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്നതും ആ വർഷമാണ്. കഴിഞ്ഞ ഏപ്രിൽ 22 കശ്മീരിലെ പഹൽഗാമിൽ 26 ഇന്ത്യക്കാരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വീണ്ടും യുദ്ധത്തിന്റെ വക്കിലാണ്. SMS ക്യൂവിലൂടെ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടായിരിക്കില്ല ഇപ്രാവശ്യത്തെ മോക്ക് ഡ്രിൽ. വേഗതയേറിയതും പ്രതിരോധ ശേഷിയുള്ളതുമായ വയർലെസ് അലർട്ട് സിസ്റ്റത്തിനായുള്ള പരീക്ഷണമായിരിക്കും. അതും ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ 5G സെൽ ബ്രോഡ്കാസ്റ്റ് ഡ്രിൽ ആകും എന്നാണ് ലഭിക്കുന്ന വിവരം. ഇക്കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമായ വിവരങ്ങൾ ലഭ്യമല്ല. വ്യോമാക്രമണ മുന്നറിയിപ്പിനായാണ് ഈ സൈറണുകൾ ആക്റ്റീവ് ആക്കുന്നതിനുള്ള ട്രയൽ നടത്തുന്നത്. സിവിലിയന്മാരെയും വിദ്യാർത്ഥികളെയും സ്വയം സംരക്ഷണത്തിൽ പരിശീലിപ്പിക്കുന്നതിനും ഒഴിപ്പിക്കൽ പദ്ധതികൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനും പരിശീലിപ്പിക്കുന്നതിനുമുള്ള നടപടികളാണ് സംഘടിപ്പിക്കുന്നത്. സെൽ ബ്രോഡ്കാസ്റ്റ് അഥവാ CB എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നിൽ നിന്ന് പലതിലേക്കുള്ള ആശയവിനിമയ ചാനലാണ്. ഉപയോക്താക്കളുടെ ഫോൺ നമ്പറുകൾ അറിയാതെ തന്നെ തിരഞ്ഞെടുത്ത സെല്ലുകളിൽ ക്യാമ്പ് ചെയ്തിരിക്കുന്ന എല്ലാ ഉപകരണങ്ങളിലേക്കും 360 ബൈറ്റ് മെസ്സേജ് അയക്കുന്നതാണ് സംവിധാനം. ഇവ കോമൺ അലേർട്ടിംഗ് പ്രോട്ടോകോൾ ലെയറുകളാണ്. വേഗതയുടെയും കാര്യക്ഷമതയുടെയും കാര്യത്തിലും ഈ 5G സാങ്കേതിക വിദ്യ മികവ് പുലർത്തുന്നു. വോയിസ് ഡാറ്റ ചാനലുകൾക്കിടയിലും ബാധിത ടവറുകളിലെ എല്ലാ ഹാൻഡ്സെറ്റുകളിലേക്കും 5G സെൽ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് എത്തിക്കാനാകും. അതും വെറും 10 സെക്കൻഡിനുള്ളിൽ. 2 ഭാഷകളിലുള്ള ഫ്ലാഷ് സന്ദേശം അയക്കാനാകുന്നു എന്നതാണ് നേട്ടം. മെയ് 7 ഇത്തരത്തിലുള്ള 5G സെൽ ബ്രോഡ്കാസ്റ്റ് അലർട്ട് സിസ്റ്റത്തിന്റെ പൂർണ്ണതോതിലുള്ള റിഹേഴ്സലാണ് നടക്കുക. ഇപ്പോൾ വിവരിച്ച CB സാങ്കേതിക വിദ്യ അലർട്ടുകൾ കൃത്യമായ ജിയോ ടാർഗറ്റിംഗ് അനുവദിക്കുന്നു. എന്നുവെച്ചാൽ അപകട മേഖലയിൽ മാത്രമായി ഒരു പ്രത്യേക ടാർഗറ്റഡ് ഏരിയയ്ക്കുള്ളിൽ പ്രക്ഷേപണം ചെയ്യുന്നു. അപകട മേഖലയ്ക്ക് പുറത്തേക്ക് ഇത്തരത്തിലുള്ള അലർട്ടുകൾ എത്തില്ല എന്നതും മറ്റൊരു സവിശേഷതയാണ്. ന്യൂസ് ഡെസ്ക് കർബ ന്യൂസ്.